അഭിഷേക് ചുമ്മാ തീ അതേ പറയാൻ പറ്റുള്ളൂ. നാണം കെട്ട ജാസ്മിൻ, നാണം കെട്ട ജാസ്മിൻ. വലിയ പുലിയാന്ന് വിചാരിച്ച് വന്നാണ് എലിയായി ചമ്മിപ്പോയി എന്ന് തന്നെ പറയാം. എൻ്റെ പുറകെ വരണ്ട, ഞാൻ നിന്ന് തരില്ല ജാസ്മിനെ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് വരെ അഭിഷേക് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ജാസ്മിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ജാസ്മിൻ അഭിഷേകിൻ്റെ പുറകെ ചെന്നിട്ട്, എന്താ അഭിഷേക് നീ എന്നോട് മിണ്ടാത്തത്, നീ എന്നോട് അധികം സംസാരിക്കാറേ ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അഭിഷേക് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, എനിക്ക് നിന്റെ സ്വഭാവം ഇഷ്ടമല്ല എന്ന്. അത് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം ഇന്ന് ജയിൽ നോമിനേഷനിൽ അഭിഷേകിനെ നിർത്തിയിട്ട് ജാസ്മിൻ പറഞ്ഞു, നീ ഇവിടെ ബിഗ് ബോസിൽ വരാൻ നീ യോഗ്യനല്ല, നീ എല്ലാവരോടും ഒരുപോലെ മിണ്ടുന്നില്ല എന്ന്. അപ്പോൾ അഭിഷേക് പറഞ്ഞു, എനിക്ക് എല്ലാവരോടും ഒരുപോലെ മിണ്ടാൻ പറ്റില്ല, ഞാൻ മനുഷ്യനാണ് ജാസ്മിനെ, നിന്നെ എനിക്ക് ഇഷ്ടമല്ല, നിന്റെ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്നോട് അധികം മിണ്ടാത്തതെന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അതിൻ്റെ പേരിൽ തന്നെയാണ് ജാസ്മിൻ ഇങ്ങനെ ചൊറിഞ്ഞ് അഭിഷേകിൻ്റെ അടുത്ത് ചെന്നത്. പിന്നെ നീ വലിയ സത്യം പറയുന്ന ആളാണല്ലോ, നീ ആ പേഴ്സണൽ കാര്യങ്ങൾ വരെ നിന്റെ ഗബ്രിയോട് പറഞ്ഞത് പോലും കള്ളമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ അങ്ങ് ട്രിഗറായി. പിന്നെ അത് കഴിഞ്ഞ് ജാസ്മിൻ പുറകെ ചെന്നിട്ട് പറ, ഞാൻ എന്ത് കാര്യമാണ് പറഞ്ഞത്, ഗബ്രിയോട് എന്ത് കാര്യമാണ് പറഞ്ഞത്, എന്താ കള്ളം, എൻ്റെ പേഴ്സണൽ കാര്യം നിനക്കറിയാം, നീ എൻ്റെ ആരായന് എന്നൊക്കെ ചോദിച്ചു. അഭിഷേക് തിരിച്ച് ജാസ്മിനോട് ഒരു എപ്പിക് ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. വാഴത്തോട്ടത്തിൽ 50 ദിവസം ഇരുന്നില്ലേ, നിന്നെ കൊണ്ട് അതേ പറ്റുള്ളൂ, പോയി ഇരുന്നു, അടുത്ത ആളെ വിളിക്കാൻ പറ്റുമെങ്കിൽ അടുത്ത ആളെയും കൊണ്ട് വിളിച്ചുകൊണ്ട് അവിടെ ഇരുന്നു, ഒരാളെ 50 ദിവസം കൊണ്ട് ഇരുത്തി പറത്തി വിട്ടില്ലേ എന്ന് ചോദിച്ചു. അതായത് ഗബ്രീനെ ഔട്ടാക്കി വിട്ടത് ജാസ്മിൻ കാരണമാണ് അങ്ങോട്ട് അഭിഷേക് പറഞ്ഞു. ശരിക്കും ചമ്മി. എന്നിട്ട് എടാ നുണയാന്നൊക്കെയാണ് തിരിച്ച് ജാസ്മിൻ്റെ പ്രതികരണമാണ്. ജാസ്മിന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ലാംഗ്വേജ് ഉണ്ട്, അത് പുറത്തോട്ട് വരും. എടാ നുണയാ, എടാ കള്ള എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് ജാസ്മിൻ പുറകെ നടക്കുന്നത്. പക്ഷേ അഭിഷേക്, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല ജാസ്മിനെ, എൻ്റെ പുറകെ കോണ്ടന്റിന് വേണ്ടിയിട്ട് തെണ്ടണ്ട, ഇന്ന് കോണ്ടന്റ് ഒന്നും കിട്ടാത്തതുകൊണ്ട് എൻ്റെ പുറകെ വരണ്ട, ഞാൻ നിന്ന് തരില്ല. ഇങ്ങനെ കിടന്ന് പട്ടികൾ കുരയ്ക്കും, അപ്പോൾ പട്ടികൾ കുരച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഋഷി, നമ്മൾ മിണ്ടാതെ പോകും, അത് തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നൊക്കെ ജാസ്മിന് പറയണത് എന്താണെന്ന് പറഞ്ഞാൽ, പുറത്തുള്ളവർ നിനക്ക് മറുപടി തരും. അതായത് ജാസ്മിന് ഇങ്ങനെ പറയണതിന് അഭിഷേകിന് മറുപടി പുറത്തുള്ളവർ കൊടുക്കുന്നു. എൻ്റെ പൊന്ന് ജാസ്മിനെ, അഭിഷേകിന് കൈയ്യടി കിട്ടുക മാത്രമേ ഉള്ളൂ. അഭിഷേക് ഇങ്ങനെ പറഞ്ഞില്ലേ, നീ നാട്ടുകാരുടെ അഭിപ്രായം എന്താ, നിന്റെ പേരൻസ് വന്നപ്പോൾ നിനക്ക് മനസ്സിലായല്ലോ, നിനക്ക് പേരൻസിൻ്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടിയില്ലേ എന്നൊക്കെ അഭിഷേക് ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളൂ. അവിടെ നിക്ക് അഭിഷേക്, നിന്നിട്ട് പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ അഭിഷേക് പറയുന്നുണ്ടായിരുന്നു, നീ പറയുന്നിടത്ത് നിൽക്കാൻ ഞാൻ ഗബ്രിയല്ല എന്ന്. അത് തന്നെ ഞങ്ങൾക്കും പറയാൻ തോന്നുന്നത്. എല്ലാവരും ഗബ്രിയെ പോലെ നിന്ന് തരും, എല്ലാവരും ഗബ്രീനെ പോലെ എന്താ പറയുക രക്തസാക്ഷിയാകും ജാസ്മിന് വേണ്ടി എന്നൊന്നും വിചാരിക്കേണ്ട. ഇത് വേറെ ആളാണ്, വെറുതെ പോയിട്ട് വായിൽ കൈയിട്ട് കുത്തി മേടിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ. അപ്പോൾ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട്, അതാണ് പ്രധാനം. കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഫ്രം വഷാവിയു.